ഹായ്, നമ്മളിന്ന് IBPS RRBയുടെ പ്രിലിമിനറിയുടെ ഒരു സെറ്റാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഏകദേശം ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഒരു എക്സാം, അതൊരു മെയിൻ എക്സാമോ ഒരു പ്രിലിമിനറി എക്സാമോ, അത് PO ആയാലും ക്ലർക്കിൻ്റെ ആയാലും, എങ്ങനെ ഒരു എക്സാം നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. പുതിയ കുട്ടികളാണെങ്കിൽ അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, കാരണം അവർക്ക് അധികം കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. മെയിനായിട്ടും നമ്മുടെ ക്ലർക്ക് എക്സാമിനകത്ത് വലിയ ടഫുള്ള രീതിയിലൊന്നും എക്സാം ചോദിക്കാറില്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറയാം. മിക്കവാറും ഭൂരിഭാഗം കുട്ടികളെല്ലാം എക്സാമിന്, അതായത് ഒരു ക്ലർക്ക് പ്രിലിമിനറി എക്സാം, ഒരു ക്ലർക്കിൻ്റെ പ്രിലിമിനറി എക്സാമിന് പോകുമ്പോൾ അവരെപ്പോഴും പൊതുവെ പറയാറുള്ള എന്താണ്, എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയില്ല, മുഴുവൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പൊതുവേ ഉള്ള ഒരു സംസാരം. കാരണം അവർക്ക് എക്സാം ഒക്കെ സിമ്പിളായിരുന്നു, കാരണം അവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ അവർക്ക് മുഴുവൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഒരു PO എക്സാമൊക്കെ ആകുമ്പോൾ കുറച്ച് മാറും, എന്താണ് കുറച്ച് ടഫാണെന്നൊക്കെ അവർ പറയും. എങ്കിൽ നമുക്ക് നോക്കാം, ഇപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്നത് IBPS RRBയുടെ ക്ലർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പ്രിലിമിനറി എക്സാം ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്ത് ശരിയാകും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുക. അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു ഐഡിയ കാണും, ആ രീതിയിൽ ചെയ്യുക. എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടും ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ. പിന്നെ ഈ RRBയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ RRBക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രിലിമിനറി എക്സാമിനകത്ത് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള QAയും TRും കൂടി ചേർന്ന്, നിങ്ങൾക്കൊക്കെ അറിയാം 80 മാർക്കിന് 80 ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്. QAയും TRും കൂടി ചേർന്ന് 80 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അത് 80 മാർക്കിനാണ് ചോദിക്കുക, 80 ക്വസ്റ്റ്യൻ 80 മാർക്ക്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടിനും കൂടി ചേർന്ന് ഒരു കോമൺ ടൈമാണ് 45 മിനിറ്റ്സ്. സെപ്പറേറ്റ് കട്ട് ഓഫ് അല്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ടൈമിംഗ് അല്ല. നമുക്ക് സാധാരണഗതിയിൽ ഒരു IBPSന്റെ എക്സാം, IBPS ക്ലർക്ക് ആയിരുന്നെങ്കിൽ അത് 20-20-20 വെച്ചിട്ട് നമുക്ക് ടൈം ഡിവൈഡ് ചെയ്തെടുക്കാമായിരുന്നു. അതായത് QA ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, 35 ക്വസ്റ്റ്യൻ ആയിരുന്നു 20 മിനിറ്റ്. TR അതാണ് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. ഇംഗ്ലീഷ് ആകുമ്പോൾ 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. അങ്ങനെ 20 മിനിറ്റ് വെച്ച് സെപ്പറേറ്റ് കട്ട് ഓഫ് ടൈമിങ്ങിനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ RRBയുടെ പ്രിലിമിനറി, RRB ക്ലർക്കിൻ്റെ പ്രിലിമിനറിക്ക് നമുക്ക്, അല്ലെങ്കിൽ PO ആയാലും പ്രിലിമിനറിക്ക് നമുക്ക് എന്തില്ല, സെപ്പറേറ്റ് ടൈമിന് കട്ട് ഓഫ് ഇല്ല. ടോട്ടൽ ടൈം എത്രയാണ് പറഞ്ഞേക്കുന്നത്, ഒരു 45 മിനിറ്റ് ആണ്. അപ്പം മൊത്തം 45 മിനിറ്റ് ഉണ്ടെന്നേ അവർ പറയുന്നുള്ളൂ. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, QAയ്ക്കും TRനും ഉപയോഗിക്കാം. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് സ്ലോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഞാനൊരു ഡെമോ കാണിക്കാം. നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും. നമ്മൾ ആദ്യം നമ്മുടെ പേരൊക്കെ അടിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നമുക്ക് വരിക. മിക്കവാറും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വരുന്ന റീസണിങ് ആയിരിക്കും. നമുക്ക് ആദ്യം കാണിക്കുന്നത് എന്തായിരിക്കും, TRന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് TRന്റെ ഒരു 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ്, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ റീസണിങ്ങിന്റെ റൈറ്റ് സൈഡിലായിട്ട് എന്തുണ്ടാവും, ഒരു ബാർ QA എന്നും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഏതർ QA ഓർ റീസണിങ് നമുക്ക് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും കാണാം. ഈ പറയുന്ന 45 മിനിറ്റിനകത്ത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ TR ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ റീസണിങ്ങിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീസണിങ് ആണെങ്കിൽ റീസണിങ്ങിൽ 1 to 40 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ടാഗ് ഇവിടെ ഉണ്ടാവും. ഏതൊക്കെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ എവിടെയൊക്കെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് സൈഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഏതാണോ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആ കറക്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് എന്തുണ്ടാവും, അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതായത് എത്ര ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ സേവ്, നെക്സ്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഫസ്റ്റ് ഉള്ള ആൾക്കാരെനിക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. പക്ഷേ ഇതെല്ലാം ഞാനിവിടെ പറയാൻ വന്ന കാര്യം, അതായത് QA ആദ്യം റീസണിങ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക 40 ക്വസ്റ്റ്യന് വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം 25 മിനിറ്റിൽ കൂടുതൽ TR ചെയ്യാനായിട്ട് എടുക്കരുത്. കറക്റ്റ് നമ്മൾ സമയം നോക്കണം. ഇവിടെ നമ്മുടെ ടൈമിങ് ഇങ്ങനെ കുറഞ്ഞാണ്, ഇവിടെ ടൈം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും താഴേക്ക്. അപ്പം നമ്മൾ നോക്കാം, മൊത്തം 45 മിനിറ്റാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. അത് 20 മിനിറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം റീസണിങ് ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തിരിക്കണം. കാരണം പിന്നീട് നമുക്ക് 20 മിനിറ്റേ സമയം കിട്ടുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്, ഈ സെയിം 40 ക്വസ്റ്റ്യൻ QA ചെയ്യാൻ വേണ്ടി നമുക്ക് 20 മിനിറ്റേ ഉള്ളൂ. സാധാരണഗതി നമുക്ക് പ്രിലിമിനറി 35 ക്വസ്റ്റ്യൻ ആയിരുന്നു 20 മിനിറ്റ് നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആൾറെഡി 25 മിനിറ്റ് എന്തിനു വേണ്ടി എടുത്തു,
റീസണിങ്ങിന് വേണ്ടി എടുത്തു. കാരണം റീസണിങ് കുറച്ച് പസിലൊക്കെ കുറച്ചും കൂടി സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് മാക്സിമം 25 മിനിറ്റ് TR വേണ്ടി എടുക്കാവൂ. ബാക്കിയുള്ള ഒരു എത്ര വരെയാ ഈ 45-20 മിനിറ്റ്, ആ 20 മിനിറ്റ് എന്തിനു വേണ്ടി മാറ്റി വെച്ചേക്കുക? QAക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുക. ആ 20 മിനിറ്റ് കൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ടൈം എന്ത് സോർട്ട് ചെയ്ത് വെക്കണം എപ്പോഴും. തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എക്സാമിന് പോയിട്ട് ഞാൻ വരുന്നങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം എന്താ, അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. കാര്യം നമ്മൾ നോക്കുമ്പോൾ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങി 40 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കും. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, നമ്മൾ TRന്റെ എല്ലാ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, ഞാൻ 40 ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ 40 ക്വസ്റ്റ്യൻ ചെയ്ത് തീരുമ്പോൾ നമുക്ക് ആൾറെഡി ഒരു 35-40 മിനിറ്റ് എന്ത് ചെയ്യും, ഇവിടെ QAയുടെ ടോട്ടൽ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, 35 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ QAയിലേക്ക് പോകുമ്പോൾ ആകെ എന്ത് കിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനകത്തേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് QA വളരെ ഒരു ടെൻഷനായിരിക്കും. QA ചെയ്യുമ്പോഴൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യം QA ചെയ്യണം, TR ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തോ. പക്ഷേ ഏത് ചെയ്താലും അതിന് പർട്ടിക്കുലർ ടൈം കൊടുത്ത് തന്നെ ചെയ്യണം. പിന്നെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. 2 ക്വസ്റ്റ്യൻ QA ചെയ്യുക, പിന്നെ TR ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക. ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരെണ്ണം അടുപ്പിച്ചങ്ങ് ചെയ്ത് തീർക്കുക, മാക്സിമം എളുപ്പമുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. കാരണം ഓരോരുത്തർക്കും അവരുടെ രീതിയായിരിക്കും. എങ്കിലും നമ്മൾ സാധാരണ TRന്റെ കാര്യം പറയാറില്ല. അത് എന്നാലും ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ TR ആണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ആദ്യം വന്നിരിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പും ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുള്ളതാണ്, നമ്മൾ എന്ത് ചെയ്യുക, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് ഈ ബട്ടണുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലുമൊക്കെ ഓരോ ബട്ടൺ, ഓരോ സെക്കൻഡ്, ഒരു 4-5 സെക്കൻഡ് മതി നമുക്ക് എന്തൊക്കെ ചോദിച്ചു 40 ക്വസ്റ്റ്യൻ അറിയാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം വന്നിരിക്കും. അതങ്ങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഒരു 5-ാമത്തെ 6-ാമത്തെ ചുമ്മാ ഒന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ചോദിച്ചതെന്നൊരു ഐഡിയ കിട്ടും. എന്താണ് ചോദിക്കുന്നത് ഇവിടെ കാണിക്കും. അപ്പോൾ അതൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു പസിലായിരിക്കാം, അല്ലെങ്കിൽ സിലോജിസം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ പറയുന്ന ഓർഡർ റാങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇനിക്വാലിറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പം അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു 5 എണ്ണം ഇടോട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നത് എന്തൊക്കെയാണോ അത് നിങ്ങളുടെ ഒരു റഫ് പേപ്പർ തരുമല്ലോ നിങ്ങൾക്ക് എപ്പോഴും. ആ റഫ് പേപ്പറിൽ ആ നമ്പർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കുക. 5-ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, 8-ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, 15-ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിമ്പിളുള്ള ക്വസ്റ്റ്യൻ ആദ്യം പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അതായത് ഏറ്റവും എളുപ്പം എന്ന് നിങ്ങൾക്കറിയാം. ചിലർക്ക് സിലോജിസ് എളുപ്പമായിരിക്കും, ചിലർക്ക് ഇനിക്വാലിറ്റി എളുപ്പമായിരിക്കും, ചിലർക്ക് ഈ ഓർഡർ റാങ്കിങ് എളുപ്പമായിരിക്കും. അങ്ങനെ പലർക്കും പലതായിരിക്കും എളുപ്പം. എന്താണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് അതൊക്കെ ആദ്യം ചെയ്യാം. ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന സിറ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് പസിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യുക, ഫസ്റ്റ് എടുത്ത് ചെയ്യാതിരിക്കുക. അത് ക്ലർക്ക് ലെവലായതുകൊണ്ട് കുഴപ്പമില്ല. POയ്ക്കൊക്കെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ കയറി സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പസിലൊന്നും ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, ഈ പസിൽ ചെയ്താലുള്ള പ്രശ്നം, നിങ്ങൾ ആദ്യം പസിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടാം. നിങ്ങൾ ആ ഫ്രഷ് മൈൻഡ് പസിൽ ചെയ്തെങ്കിൽ എനിക്ക് ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യും. പക്ഷേ ഇൻ കേസ് നിങ്ങൾ എടുത്ത് വെച്ച് ചെയ്ത പസിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് തെറ്റിപ്പോയി, എന്താ നമ്മുടെ ഓപ്ഷൻ മറ്റേ ഓപ്ഷൻ, നമുക്ക് കിട്ടിയതും ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് ബന്ധമൊന്നും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ടെൻഷനാണ്. എന്താ ടെൻഷൻ കാര്യം, നമ്മൾ ആൾറെഡി 5-6 മിനിറ്റ് കളഞ്ഞു, എന്നിട്ട് ഇതൊരു മാർക്കും ഇല്ല, അപ്പുറം ഇപ്പുറം ഉള്ളവനൊക്കെ മാർക്ക് മേടിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഒരു സേഫ് സോണിലെത്തുക. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സമയം കുറച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇനിക്വാലിറ്റി, സിലോജിസം, നമ്പർ, അങ്ങനെയുള്ള കുറച്ച് ഓർഡർ റാങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വയമേ ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം ആൾറെഡി നമ്മൾ 10-20 മാർക്കിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മാർക്കിന് പസിലുണ്ട് എങ്കിൽ ആ പസിലുകളിൽ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർക്ക് ഓരോ ചില പസിലൊക്കെ ഡൗട്ടായിരിക്കും. അതായത് ചിലർക്ക് എന്താണ് ഈ പറയുന്ന ബോക്സ് പസിൽ ഒരു ഐഡിയ കിട്ടാത്തവരായിരിക്കാം, ചെയ്താൽ കിട്ടാത്തവരായിരിക്കും. ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇൻഫിനിറ്റി ആൾക്കാർ, അതായത് എത്ര പേര് തരുന്നില്ല ഉണ്ടെന്ന് പറയുന്നില്ല, സ്ട്രെയിറ്റ് ലൈനാണ്, അത് എനിക്ക് ചെയ്ത സാധാരണ കിട്ടാറില്ല. അങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി ചെയ്യാൻ ശ്രമിക്കുക. അത് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ പറയുന്നത്, ചെയ്യരുത് എന്നല്ല പറയുന്നത്, അത് ആദ്യം എടുത്ത് ചെയ്യാതിരിക്കുക. നമുക്ക് എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് സിറ്റിംഗ് സർക്കിൾ ഒരടുത്ത് മാത്രം, എന്ന് വെച്ചാൽ ഇന്നർ ഫേസിങ്, അത് മാത്രമേ എനിക്ക് എളുപ്പമാണ് എങ്കിൽ അത് കണ്ടാൽ അത് ചെയ്യുക. അതെങ്ങനെ കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക സംഭവം എന്താ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടിച്ച് പോകരുത്. ഇപ്പം 11-ാമത്തെ ക്വസ്റ്റ്യൻ ബസ്സിലാണെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത 5 ക്വസ്റ്റ്യൻ ഏതാണെന്ന് വിചാരിച്ചിട്ട് ഇനി കുത്തുന്ന 16-ാമത്തേനകത്തായിരിക്കണം. അല്ല ചുമ്മാ ഇവിടെ കയറി നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് അടിച്ചുകൊണ്ടിരിക്കരുത്, സമയം കളയരുത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ ബസ്സിലാണ് എനിക്ക് വേണ്ടെങ്കിൽ നേരെ 5 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കുക. 16-ാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ വരും. അങ്ങനെ അത് നോക്കുക. അങ്ങനെ എളുപ്പമുള്ള ബസ്സിലായാലും ആദ്യം 1, 2, 3 ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 25 മിനിറ്റ് ഇനി ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഈ പറയുന്ന റീസണിങ് ഇതുപോലെ കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് എടുത്ത് നിങ്ങൾ മാക്സിമം ഒരു 30-35 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചെയ്തിരിക്കണം. അതായത് 25 മിനിറ്റ് എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 20 ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വിചാരിക്കരുത്.
ഉറപ്പായിട്ട് നിങ്ങൾ ഒരു 30+35+ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം ഫസ്റ്റിൽ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു, അതൊക്കെ അവസാനത്തേക്ക് വെച്ചേക്കാം. അതായത് കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടും. കാരണം നമ്മൾ ചെയ്യുന്നില്ല ശരിയാണ്, സമയം അധികം എടുക്കുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഇതൊക്കെ അങ്ങ് മാറും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു മെത്തേഡിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി വീണ്ടും പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ QA വന്നു. നമ്മളിപ്പോൾ അവിടെയാണല്ലോ നോക്കുന്നത്. അവിടെ നിങ്ങൾ ഇതേ പാറ്റേൺ തന്നെ യൂസ് ചെയ്യുക. എന്താണ്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു നമ്പർ സീരീസോ സിംപ്ലിഫിക്കേഷനോ വേർഡ് പ്രോബ്ലോ ഗ്രാഫോ എന്തെങ്കിലും ഒന്നായിരിക്കും കാണിക്കുന്നത്. അപ്പം ജസ്റ്റ് അത് തുടങ്ങി നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കരുത്. നമുക്ക് 10 മിനിറ്റ് ബാക്കിയുള്ളെങ്കിലും 15 മിനിറ്റ് ബാക്കിയുള്ളെങ്കിലും 20 മിനിറ്റ് ബാക്കിയുള്ളെങ്കിലും എത്ര മിനിറ്റ് ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ ഞാനീ പറഞ്ഞ ഇത് പാറ്റേൺ എല്ലാ എക്സാമിനും നിങ്ങൾ ഫോളോ ചെയ്യണം. എന്താണ്, ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നെങ്കിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരു 5 ബട്ടൺ കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തൊട്ട് അടുത്ത് എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് അടുത്ത് എന്താണ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം ചെയ്യാവും. അപ്പം QAക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് എന്തായിരിക്കും, എല്ലാവർക്കും ഏറ്റവും എളുപ്പം എന്തായിരിക്കും, സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും ഏറ്റവും എളുപ്പം. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, ക്വസ്റ്റ്യൻ നോക്കിയെങ്കിൽ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ക്ലർക്ക് എക്സാമിനകത്താണെങ്കിൽ വേറെ ഒന്നും നോക്കാമല്ലോ, നോക്കിയാൽ തന്നെ കിട്ടും. പിന്നെ അടുത്ത് വരുന്നത് എന്താ, അപ്രോക്സിമേഷൻ ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്പർ സീരീസ് ഉണ്ടെങ്കിൽ അത്, ഇനിക്വാളിറ്റി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഏതാണുള്ള കോൺട്രാഡിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഗ്രാഫ്, ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എന്തെടുക്കാവൂ, വേർഡ് പ്രോബ്ലം ചെയ്യാവൂ. ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങളൊരു പ്രിലിമിനറി എക്സാമിന് പോകണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ വേർഡ് പ്രോബ്ലം എടുത്ത് ആദ്യം ചെയ്യരുത്. സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യൻ ഒരിക്കലും ചെയ്യരുത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാവൂ, സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവൂ. കാരണം ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വേർഡ് പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് 1 മിനിറ്റിനോളം അടുപ്പിച്ചെടുക്കും. കാരണം അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി ചെയ്തൊക്കെ വരണം. പക്ഷേ അതേ കാര്യം നമ്മൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ചടപടയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, വേർഡ് പ്രോബ്ലം QAയിലെ വേർഡ് പ്രോബ്ലം ചെയ്യാവൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സോർട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രിലിമിനറി എക്സാം പാസ്സാവാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു എക്സാമിന് പോകാൻ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്, ഈ QA ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ ഓഡ് നമ്പർ ഒരു 4-5 നമ്പർ കിട്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നതിൻ്റെ നമ്പറുകൾ, 16ാമത്തെ നമ്പർ ഇനിക്വാളിറ്റി ആയിരുന്നു, നോട്ട് ചെയ്ത് വയ്ക്കുക. 25ാമത്തെ സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു, നോട്ട് ചെയ്ത് വയ്ക്കുക. അതാണ് തന്നെ 34ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ പറയുന്ന നമ്പർ സീരീസ് ആയിരുന്നു, അത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ. എന്നിട്ട് ആ ഓർഡറിൽ ചെയ്തു തുടങ്ങാം. ചിലപ്പോൾ ഇതിന് അപ്പുറത്തോട്ട് 2 ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, നീ 16ാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ചെയ്തപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 19 ആയപ്പോൾ തീർന്നു പോയി. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം 16 മുമ്പിട്ട് എന്തുണ്ട്, ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. അപ്പം 14ഉം 15ഉം കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ 5 സെറ്റ് സിംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടി. അതുപോലെ അങ്ങനെ സോർട്ട് ചെയ്ത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ആ ഒരു ഐഡിയ വെച്ച്. ഇതെന്തിനാണ് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ, മിക്കവാറും കുട്ടികളൊക്കെ പറയുന്ന കാര്യം, ഒരു പ്രശ്നം ഇതാണ്, എക്സാം ഒക്കെ സിമ്പിളായിരുന്നു, പക്ഷേ QAക്കകത്ത് ഞാൻ 15 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേന് എന്ത് സമയം തീർന്നു. അപ്പോൾ 15 ക്വസ്റ്റ്യൻ വെച്ചാൽ അവർ 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എളുപ്പമുള്ളൊരു 10 ക്വസ്റ്റ്യൻ ആയിരിക്കും അടിയിൽ കിടക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്, അതൊട്ട് ചെയ്യത്തുമില്ല. കാരണം അത് ചെയ്യാൻ വേണ്ടി ചിലപ്പം 2-3 മിനിറ്റ് മതിയായിരിക്കും. അവർ 7-8 മിനിറ്റ് എടുത്ത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വേറെ എടുത്ത് ചെയ്യും. അപ്പം വെറുതെ സമയം കളയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തൊക്കെ ആദ്യം ചെയ്യും. ഇതൊക്കെ 2-3 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. അതിന് നിങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വിചാരിക്കുകയേ വേണ്ട. ഈ രീതി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് സമയത്ത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ടും വേണ്ടത്. അപ്പം ഈ രീതി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാം അപ്രോച്ച് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കുറച്ച് ക്വസ്റ്റ്യൻ, ഞാൻ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അത് തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഈ പറയുന്ന 40 ക്വസ്റ്റ്യൻസ് അല്ല എന്തൊക്കെ വരാം, ആ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിയെങ്കിൽ.